ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ എത്ര പേര് ബിഗ് ബോസ് കാണാറുണ്ട്? ബിഗ് ബോസ് കാണുന്നവരൊക്കെ സൂക്ഷിക്കുക. അതായത് കുട്ടികളുടെ മുന്നിലൊന്നും വെച്ച് ഈ സംഭവം കണ്ടേക്കല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല മക്കളെ. ഇന്നലെ എപ്പിസോഡ് കാണുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഒരു ടൗസർ വിട്ടിട്ട് ഒരു പെണ്ണിങ്ങനെ കിടക്കുന്നതാണ്. അതിൻ്റെ അടുത്ത് തന്നെ ശ്രീതു എന്ന് പറയുന്ന ഒരാളും കിടക്കുന്നുണ്ട്. ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്, എനിക്ക് നിന്നോടങ്ങ് ക്രഷ് തോന്നിയെന്ന്. പുതിയ വാക്കാട്ടാ ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ആൾക്കാർക്കൊക്കെ ഒരു മയമായ വാക്കായിരിക്കും. കാരണം ക്രഷല്ലേ തോന്നിയിട്ടുള്ളൂ, വേറെ ഒന്നും തോന്നിയിട്ടില്ലല്ലോ. ക്രഷ് തോന്നിയനാണോ ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലെസ്ബിൻ തന്നെയാണ്. അതായത് ഈ റസ്ബിൻ എന്ന് പറയുന്ന ഈ ടീച്ചർ ഉണ്ടല്ലോ, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണെന്നാണ് പറയുന്നത്. അവിടുത്തെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടമാകുന്നത്. ഇവളൊക്കെ എന്ത് നന്മയാണ് അവിടെ പോയിട്ട് പഠിപ്പിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നല്ല പൗരന്മാരെ വാർത്തെടുക്കേണ്ട സ്ഥലത്ത് ഒരു ടീച്ചർ യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു പെണ്ണിനോട് പറയുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ കഴിയില്ല, കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമാണ് എന്നുള്ള വലിയ ഒരു ഇതുമില്ലാതെ ഇവൾക്കൊക്കെ ഒരു 3 മാസം പോലും പിടിച്ചു നിൽക്കാൻ കഴിവില്ലെങ്കിൽ ഇവളിൽ എന്തിനാ അങ്ങോട്ട് പോയിനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു 3 മാസം ആകുമ്പോഴേക്ക് ഇതിനൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കടി കൊണ്ട്. പിന്നെ എന്തിനാണ് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയത്? അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരുപാട് പേരെ തടയി കൊടുത്തിട്ടും അതുപോലെ തന്നെ ഒരുപാട് ആളെ കെട്ടിപ്പിടിച്ചിട്ടും കുറച്ച് സുഖങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതുകൂടാതെയാണ് ഇന്നലെ വന്നിട്ട് ഒന്നിനോട് പച്ചക്ക് പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഇന്നലെ ശ്രീതു ഉണ്ടല്ലോ, ജീവനും കൊണ്ട് ഓടുക ചെയ്തത്, ജീവനും കൊണ്ട് ഓടിക്കളഞ്ഞ്. കാര്യം എന്ത് ചെയ്യാനാന്ന്? ഇത് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഇതായിട്ടുണ്ടെങ്കിലോ. അത് മാത്രവുമല്ലേ, ശ്രീതുവിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ ഇത് കാണുന്നതാണ്. അവർക്കൊരു നാണക്കേടുണ്ടാവില്ലേ? ഈ റസ്ബിൻ എന്ന് പറയുന്നതിന് ഒരു നാണക്കേടുമില്ല, ഒരു നാണവും മാനവും ഇല്ലാത്തതാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് വലിയ ഇളപ്പിളക്കുന്നതാണ്, വലിയ വായിൽ വർത്താനം പറയുന്നതാണ്. ഞാനെന്തോ വലിയ സംഭവമാണ്, ബാക്കി എല്ലാവരും ചീള് കേസാണെന്ന് പറയുന്ന പോലെ. ഇപ്പം മനസ്സിലായില്ലേ ഓരോന്നിൻ്റെ സ്വഭാവം ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കേസായി ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത്? ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എന്തു പഠിക്കാനാണ്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും കുട്ടികളെയൊന്നും ഈ ഷോ കാണിക്കരുത്. കാണിച്ചു കഴിഞ്ഞാൽ വലിയ മിസ്റ്റേക്കിലേക്കാണ് പോകുന്നത്. കാരണം ഒരു എന്താ പറയണ്ടത്, ഒരു ജീവിതത്തിൻ്റെ ഒരു മൂല്യവുമില്ലാത്ത ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. അവിടുന്ന് വരുന്ന ഭാഷകൾ, അതുപോലെ തന്നെ അവിടുന്ന് വരുന്ന പ്രവൃത്തികൾ ഈ വളരെ മോശമായ പ്രവൃത്തിയാണ് വരുന്നത്. ജാസ്മിൻ ആരാന്നറിയില്ല, ഇന്ന് ചോദിക്കുന്ന കേട്ടിനാ. അതായത് ചോദിക്കുന്നത് ഇതാണ്, ഒന്ന് കെട്ടിപ്പിടിച്ചാലോ ഉമ്മ വെച്ചാലോ ടച്ച് ചെയ്താലോ അല്ലെങ്കിൽ അവിടെ പിടിച്ച് ഞെക്കിയാലോ കടിച്ചാലോ ഒക്കെ തെറ്റാണോ? ഞാൻ അത് മാത്രമല്ലേ ചെയ്തുള്ളൂ. അതായത് കടിച്ചിട്ട് വേർപ്പ് നോക്കാം, നക്കി നോക്കാം, ഉള്ളിൽ കൈയിട്ട് നോക്കാം. ഇതൊന്നും തെറ്റാണോ? ഇതൊക്കെ ഞാൻ ഇതല്ലേ ചെയ്തുള്ളൂ. ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ എന്ത് പറയും എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഈ ക്യാമറ വെച്ചിട്ട് ഇന്ത്യയിലും കളി ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ക്യാമറ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇതിറ്റങ്ങൾ കാട്ടിക്കൂട്ടുന്ന പണി എന്തായിരിക്കും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യാതൊരു ഉളുപ്പുമില്ലാതെ കുറേ ടീമുകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും. ഇങ്ങനെയുള്ള എന്തും പറയാം, എന്തും ഇതാക്കാം എന്ന് പറയുന്ന കുറേ ടീമുകൾ ഇങ്ങനെ പറയുന്നതാണ് ബിഗ് ബോസ് എന്നാണ് ചില ആൾക്കാരുടെ വിചാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ബിഗ് ബോസിൽ വന്നപ്പോൾ തന്നെ ഗബ്രി എന്ന് പറയുന്ന ഒരുത്തനെ കാണുന്നു, ഓനുമായിട്ട് കെട്ടിമറിയുന്നു, ഓനുമായിട്ട് ഉമ്മ വെക്കുന്നു, ഓനുമായിട്ട് കടിച്ചു വലിക്കുന്നു. ഇതാണോ ഈ ഒരു ഷോയുടെ ഒരു സംസ്കാരം? ഇതാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊന്നും ഒരു ഷോയുടെ സംസ്കാരമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നുമില്ല. ഇത് തനി ഊള ഷോ ആയിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഒരു ഷോയ്ക്കൊരു മര്യാദ വേണം. ഈ 4 or 5 സീസൺ കഴിഞ്ഞു. ഈ സീസണിൽ ഒന്നും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ചില സമയത്തൊക്കെ ചീത്തവിളി ഉണ്ടാകാം, ചില സമയത്തൊക്കെ ഉണ്ടാകാം. പക്ഷേ പച്ചക്ക പറയുകയാണ്, ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അതായത് കെട്ടിപ്പിടിക്കുന്നതും കടിക്കുന്നതും കൈയിട്ട് പിടിക്കുന്നതും മാന്തുന്നതും ഒന്നും കുറ്റകരമല്ല എന്ന്, അതൊക്കെ തെറ്റല്ല എന്ന്. ഇവളൊക്കെ ഏത് സംസ്കാരത്തിലാണ് വളർന്നത്? ഇവരൊക്കെ ഈ പെൺകുട്ടിയൊക്കെ ഇതൊക്കെ ഈ യുവതിയൊക്കെ ആർക്കാണ് ഇങ്ങനെ ക്ലാസ് കൊടുക്കുന്നത്? ഇവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ എന്താണ് വിചാരിക്കുക? അവർ വിചാരിക്കുന്നത് എന്താ? ഇങ്ങനെ പിടിച്ചാൽ കുഴപ്പമില്ല, ഇങ്ങനെ ഉമ്മ വെച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നക്കിയാൽ കുഴപ്പമില്ല, നക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കിയാൽ കുഴപ്പമില്ല. ഇങ്ങനെയുള്ള നാറിയ വർത്താനം പറയുന്ന ഈ വർഗങ്ങൾ, ഇങ്ങനെ നാറിയ വർത്താനം പറയുന്ന ഇതിനെ പോലെയുള്ള ആൾക്കാർ എന്ത് പറയാനാണ്? നമ്മൾ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇന്ന് മറ്റൊരുത്തം വന്നിട്ട് പറയുന്നത് കേട്ടോ, മറ്റൊരുത്തം വന്നിട്ട് ഇന്ന് ഒരു കമ്മ്യൂണിറ്റീനെ മൊത്തത്തിൽ അങ്ങ് ആക്ഷേപിക്കുകയാണ്.
അതായത് പിന്നീട് അവൻ പറയുന്നത് വേറെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മളെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യമാണ്. അല്ലാതെ ഒരാൾ കുറച്ചാൾക്ക് മാത്രം ഇങ്ങനെ, കുറച്ചാൾക്ക് മാത്രം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ മനുഷ്യന്മാരായാലും എല്ലാ ഇതിലും സ്ത്രീകളായാലും പുരുഷനായാലും ട്രാൻസ് ആയാലും ഇവരിലൊക്കെ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ആൾക്കാരുണ്ടാവും. പക്ഷെ എല്ലാവരും നല്ലതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഒരാൾ മോശമെന്ന് വെച്ചിട്ട് സകല ആളെയും ചേർത്തിട്ട് നിങ്ങൾ മൊത്തത്തിലങ്ങ് മോശമെന്ന് അങ്ങനെ പറയാൻ പാടില്ല. അത് ഒരുപാട് പേർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. ഒരു വലിയൊരു ഷോയിൽ വന്നിട്ട് അങ്ങനെ ഒരു വാക്ക് ഒരിക്കലും പറയാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇതിനൊന്നും ഞാൻ ഒരിക്കലും ഇത് ചെയ്യുന്നില്ല. അതുപോലെ ഇവർ കൊടുക്കുന്ന ഈ ജാസ്മിനും അതുപോലെ റസ്മിനും ഇവരൊക്കെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ റോങ്ങാന്ന്. അതാ മനസ്സിലാക്കണം നിങ്ങൾ. ഇതിനൊക്കെ പൈസ മാത്രമേ വേണ്ടൂ. എങ്ങനെ കൊടുത്തിട്ടായാലും പൈസ ഉണ്ടാക്കണം, അത് മാത്രമേ വേണ്ടൂ. യാതൊരു ഉളുപ്പും ഇല്ലാണ്ടാണ് പറയുന്നത്. ഞാൻ ഒരുത്തനെ പറഞ്ഞു വെച്ചിട്ടാണ് വന്നിനി. പറഞ്ഞു വെച്ചവൻ ഇവിടെ കിടന്നിട്ട് ഇവളെ ഇത് കാണുകയെന്ന്, ഇവിടത്തെ കാമകേളി കാണുകയെന്നവൻ രാത്രി ലൈവിലൊക്കെ എന്തൊക്കെയാണ് നടന്നതെന്ന് ഇതിന് ബോധവും കഥയില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമ്മളിവിടെ കണ്ടവർക്കറിയില്ലേ അവിടെ എന്താ നടന്നിരിക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നത് ഈ ഗബ്രി എന്ന് പറയുന്നവൻ നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ട്, ഇപ്പോഴും മുതലാക്കിക്കൊണ്ടിരിക്കുക. അവൻ അങ്ങനെ അങ്ങ് മുതലാക്കി അങ്ങ് സുഖിച്ചങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് അവൻ ഇന്നലെ പറയുകയാണ്, നിനക്ക് വേണമെങ്കിൽ ഞാൻ വേറെ കല്യാണം നോക്കിത്തരാമെന്ന്. അതായത് പിന്നെ പണ്ട് തമ്പ്രാക്കന്മാരെല്ലാം ചെയ്യുന്നില്ല, അതേപോലെ വലിയ പണ്ട് സിനിമയെല്ലാം നമ്മൾ കാണുന്നില്ലേ. അപ്പം അതായത് ഏതോ ഒരു മുതലാളി വന്നിട്ട് ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ നീ ഏറ്റെടുക്കടാ എന്ന് പറയുന്നത് പോലെ ഈ ഗബ്രി പറയുകയാണ്, നിന്നെ ആരും കെട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടാന്നല്ല പറഞ്ഞത്, നിന്നെ ആരും കെട്ടിയില്ലെങ്കിൽ ഞാൻ നിനക്ക് ആരെയെങ്കിലും ഒരാളെ സെറ്റാക്കി തരാം എന്നാണ് നമ്മളെ ഗബ്രിച്ചായൻ്റെ ഓഫർ. മനസ്സിലാക്കണം നിങ്ങൾ. എന്തൊരു ഷോയാണിത്, എന്തൊരു ഷോയാണ്. ഇതുപോലൊരു ഷോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട ബിഗ് ബോസേ, നിങ്ങൾ എവിടുന്നാ ഇതിറ്റങ്ങളെല്ലാം കൊണ്ടുവന്നിനി? എന്തെങ്കിലും ഒരു സംസ്കാരം വേണ്ടേ? കുറച്ചെങ്കിലും ഒരു സംസ്കാരം, ഒരു നല്ല അച്ഛനും അമ്മയും വളർത്തിയ ഒരു സംസ്കാരം. നമ്മൾ പണവും പദവിയും എന്നല്ല, നമ്മളൊരു കുട്ടികളാ പിന്നെ ഉണ്ടാക്കി വളർത്തി വിടുമ്പോൾ അതെങ്ങനെ വളരണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന പോലെ തന്നെയാണ്. ഒരു പരിധി വരെ അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് റെഡിയാക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ്. അല്ലെ ഇതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. 50 ലക്ഷം അച്ഛന് കട പോലും, 50 ലക്ഷം കടമുള്ളവൻ പറയുന്നു മോളെ എങ്ങനെയെങ്കിലും ഒന്ന് കടം വീട്ടിത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വീട്ടിയാലും ഇയാളൊക്കെ എന്താണ്? അങ്ങനെയാണ് നടന്നു പോകുന്നത്. ഇതപ്പോൾ സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റോങ്ങായ മെസ്സേജുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികളെ ഇത് കാണിക്കരുത്. കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. കുട്ടികൾ വളരെ മോശമായിട്ടുള്ള തെറിവാക്കുകളെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങും, അതുറപ്പാണ്. പണ്ടൊക്കെ കാണിക്കായിരുന്നു. നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം, ബിഗ് ബോസിൻ്റെ ഒരു തരം പ്രേക്ഷകർ തന്നെ നമുക്കുണ്ട്. ഒരുപാട് പ്രായമായ ആൾക്കാർ വരെ ബിഗ് ബോസ് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബിഗ് ബോസിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും കാണുന്നില്ല. എല്ലാവർക്കും TV തുറക്കാൻ പേടിയാണ്. ചില ആൾക്കാരൊക്കെ മൊബൈലിൽ പോയിട്ട് രഹസ്യമായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ നടക്കുന്നത് അവിഹിതം, ചീത്തവിളി, പിടിക്കൽ, ഞെക്കൽ, പിന്നെ കൈയിടൽ, അതുപോലെ തന്നെ നിന്നെ എനിക്ക് ഇഷ്ടമെന്ന് പറയൽ, പിന്നെ മറ്റുള്ളവരോട് പറയും ക്രഷ് തോന്നുന്നു പറയൽ, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ബിഗ് ബോസെ, ഒന്നുകിലും നിങ്ങളൊരു ഇതുണ്ടാക്കി കൊടുക്കണം. അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു മെസ്സേജാണ്, റോങ് മെസ്സേജാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ കമൻറ്റ് ഇട്ടോ. ബൈ.